ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് സദാചാരം, ലൈംഗികത എന്ന വിഷയത്തിലാണ്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വിശദീകരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ അതിനെ മുന്നോട്ട് കാണാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെ ഇതിനകത്ത് ചിലപ്പോൾ അറിയാതെ ഞാനും ഈ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെങ്ങാനും വന്നു പോവുകയാണെങ്കിൽ അതിനാദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു. മാത്രമല്ല, ഈ കാഴ്ചപ്പാടുകൾ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പുരുഷൻ്റെ കാഴ്ചപ്പാട് എന്നുള്ള ആണ്. പരിചയക്കുറവിൻ്റെ ആനുകൂല്യം തരണം. അത് കൂടാതെ ഈ വിഷയത്തിൻ്റെ ഒരു ആധിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ആൺ പെൺ ലൈംഗികത അല്ലെങ്കിൽ മറ്റൊരു തേർഡ് ജെൻഡർ വരാതെ, അല്ലെങ്കിൽ തേർഡ് ജെൻഡർ എന്നുള്ള വാക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല, പക്ഷെ അതല്ലാതെ ആ ആൺ പെൺ എന്നുള്ള സാധാരണ ഹെട്രോജീനിയസ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻസിലെ ഒതുക്കി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളുടെ തുടക്കം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രയുള്ള സമയമേ നമുക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ചില വാർത്തകൾ നമ്മളൊന്ന് ഓർത്തു വയ്ക്കുകയാണ്. പണ്ടത്തെ ചില വാർത്തകൾ നമുക്കറിയാം. കടലുണ്ടിയിലുണ്ടായ ഒരു അപകടത്തിലാണ്, അതായത് രാമനും റഹീമും എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളാണോ എന്നറിയില്ല. അതിൽ രാമന് സ്വല്പം കേൾവിക്കുറവുണ്ടായിരുന്നു. അദ്ദേഹം പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ ട്രെയിൻ വരുന്ന അറിഞ്ഞില്ല. റഹ്മാൻ എന്ന് പറയുന്ന വിശ്വാസി അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു വാർത്ത നമ്മൾ കുറച്ചാൾ മുമ്പ് കേൾക്കുകയുണ്ടായി. പിന്നീടുള്ള ഫോട്ടോ നിങ്ങൾക്കറിയാം, ഈയിടെ വിവാദമായ നൗഷാദിൻ്റേതാണ്. നൗഷാദ് നമുക്കറിയാം, രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു മാൻഹോളിൽ കുടുങ്ങിപ്പോവുകയും അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ജീവൻ വെടിയുകയും ചെയ്ത നൗഷാദിൻ്റെ വാർത്തയും നമുക്ക് മറക്കാനുള്ള സമയമായിട്ടില്ല. അതുപോലെ വേറൊരു വാർത്ത കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇത് അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാർത്തയാണ്. ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് പുല്ലൂറ്റുണ്ടായ ഒരു സംഭവമാണ്. ഈ പെൺകുട്ടിയുടെ സഹപാഠിയുമായി, അത് ആൺകുട്ടിയാണ്, ആ സഹപാഠിയുമായി ഒരു റൂമിൽ അവരുടെ വീട്ടിലകത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു അയൽക്കാരൻ കാണുകയും അയാൾ ഈ കുട്ടിയെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി ഒഴിഞ്ഞു മാറുകയും അതിനുശേഷം പിരിഞ്ഞു പോയി. അത് എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം ഇയാൾക്കത് തൃപ്തി വരാതെ ഇയാൾ നേരെ വീണ്ടും അകത്ത് കയറി നോക്കി. അവിടെ ഈ സഹപാഠി ഒളിഞ്ഞിരിക്കുക, അതായത് ആൺകുട്ടി ഒളിഞ്ഞിരിക്കുന്നത് കണ്ട് രണ്ടാമത് ഇവരെ രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്തതിൽ മാനസികമായി വിഷമം ഉണ്ടാക്കി ഈ കുട്ടി വീണ്ടും അത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുകയാണ് ചെയ്തത്. അശ്വതി +2 വിദ്യാർത്ഥിനിയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ അവിടെ ഈ കുട്ടിയുടെ അമ്മാവനുണ്ടായിരുന്നു. 2-3 ദിവസത്തിന് ശേഷം ഈ കുട്ടിയുടെ മരണത്തിൽ വിഷമിച്ച് ആ അമ്മാവനും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അമ്മാവനോ ഇളയച്ചനോ അദ്ദേഹം ബന്ധുവായിരുന്നു. അപ്പോൾ ഈ 3 വാർത്തകൾ, അല്ലെങ്കിൽ ഈ 2 വാർത്തകളെ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ആ സദാചാരം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് സദാചാരം? ലളിതമായി പറഞ്ഞാൽ സദാചാരം നല്ല ആചാരങ്ങളെ സദാചാരം എന്ന് പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് നല്ലത്, എന്താണ് തെറ്റ്, എന്താണ് ചീത്ത, എന്താണ് കൊള്ളില്ലാത്തതെന്നുള്ളത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് പൊതുവായി നോക്കിയാൽ, അപ്പോൾ സദാചാരം എന്ന് പറയുന്ന ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. അത് എന്തിനേക്ക് അനുസരിച്ചിരിക്കുന്നു, അതിനൊരു പൊതുവായ ഒരു ധാർമ്മിക വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു മോറൽ ഗ്രാമറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ധാർമ്മിക വ്യവസ്ഥയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു നല്ലതിനെയും തെറ്റിനെയും വേർതിരിച്ചെടുക്കുന്ന ഒരു രീതി, അതനുസരിച്ച് നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് സദാചാരം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളിലൂടെ മുമ്പ് പലരും ക്ലാസ് എടുത്തുള്ളതുകൊണ്ട് ഞാൻ അല്പം വേഗതയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ധാർമ്മിക വ്യവസ്ഥയ്ക്ക് ശരിക്ക് മാനസികമായ അടിത്തറകളുമുണ്ട്. ഒപ്പം നമ്മളെ പുറത്തുനിന്ന് സ്വാധീനിക്കുന്ന ഒരുപാട് മറ്റ് സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികപരവുമായ അടിത്തറകളുമുണ്ട്. നമ്മളിവിടെ മാനസിക അടിത്തറകളെ പറയുന്നു. അതിലേറ്റവും ആദ്യത്തേതാണ് പീഡനം, പരിചരണം. നമ്മൾ ഒരു വ്യക്തി ഒരു സദാചാര നിയമം അല്ലെങ്കിൽ സദാചാര പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ അടിത്തറയാക്കുന്ന ആദ്യത്തെ മാനസിക അടിത്തറയാണ് അതിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനാവശ്യമായിട്ടുള്ള പരിചരണം കിട്ടുന്നുണ്ടോ
എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അടിത്തറയാണ് നീതിന്യായം. നീതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സദാചാര അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അത് സദാചാരമല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീതി, ഇരട്ട നീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനൂടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നത്, ഇപ്പം നമ്മൾ ദളിതിനു വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത് ഒക്കെ അവിടെ ഒരു നീതി നിഷേധമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ന്യായമില്ലായ്മയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ സദാചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സദാചാര പ്രവൃത്തികൾ, പെരുമാറ്റങ്ങളൊക്കെ ഈ മാനസികാടിത്തറകളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പരിണാമപരമായി കിട്ടിയിട്ടുള്ളതാണ്, അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതിനെപ്പറ്റി വിശദമായ ക്ലാസ്സുകൾ ഇവിടെ തന്നെ ഇതേപോലുള്ള വേദികളിൽ തന്നെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇത് കൂടാതെ മറ്റു 3 മാനസികാടിത്തറകൾ കൂടിയുള്ളതാണ്. സ്വഗോത്രം. നമ്മളൊരു ധാർമ്മിക വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സദാചാര തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മുടെ ഗോത്രമാണോ, നമ്മുടെ കൂടെയുള്ള ആളാണോ, അല്ലെങ്കിൽ അന്യ ഗോത്രക്കാരനാണോ എന്നുള്ള കാര്യങ്ങളും കൂടി പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നുള്ള ചോദ്യം നിൽക്കുന്നു. കാരണം ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വഗോത്രത്തിൽ അടിസ്ഥാനമായിട്ടുള്ള സദാചാര സങ്കല്പങ്ങൾ ഇന്ന് നിലവിൽ ആവശ്യമില്ലാത്തതാണ്, നമ്മൾ പരിഷ്കൃതരായതുകൊണ്ട് എന്ന് വിചാരിച്ചാൽ. അതുപോലെ തന്നെ മേൽക്കോയ്മ, അതോറിറ്റി എന്തു പറയുന്നു? നമ്മൾ പർദ്ദയെ എതിർക്കുന്നു. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് പർദ്ദ കാണിക്കുന്നത്. അതൊരു അതോറിറ്റി അടിച്ചേൽപ്പിക്കലാണ്. നിങ്ങളിത് ഇടണം, നിങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ ഇത് ഇടണം, ഇതൊരു അടിച്ചേൽപ്പിക്കലാണ്. അതുപോലെ ശുദ്ധസങ്കല്പങ്ങൾ, അശുദ്ധസങ്കല്പങ്ങൾ. ഒരു ബ്രാഹ്മണൻ എന്തുകൊണ്ടാണ് ദളിതനെ തൊടാത്തതെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ശുദ്ധി നഷ്ടപ്പെടുമെന്നുള്ള, അല്ലെങ്കിൽ ഒരു ആർത്തവ സമയത്ത് എന്തുകൊണ്ടാണ് വേദപുസ്തകങ്ങൾ തുടരുതെന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ ശുദ്ധസങ്കല്പങ്ങളോ അശുദ്ധി സങ്കല്പങ്ങളൊക്കെയാണ്. അതിലടിസ്ഥാനമാക്കിയുള്ള ആചാരങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് അഭികാമ്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മാനസിക അടിത്തറകളിൽ ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ ഒരു യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹം എന്നുള്ളതിൽ നമുക്ക് ആകെ വേർതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആകെ ഫോളോ ചെയ്യേണ്ടത് ഈ ഹാം കെയർ അല്ലെങ്കിൽ ഫെയർനെസ് ജസ്റ്റിസ്, അല്ലെങ്കിൽ പീഡനം പരിചരണം അഥവാ നീതിന്യായത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സദാചാരങ്ങളെ മാത്രമാണ്. പക്ഷേ ഇതുപോലെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. ഞാൻ ആ പഴയ വാർത്തയിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് KP രാമനുണ്ണിയും മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ലേഖനത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ ചുവന്ന ഇതിലുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. ആ സമയത്താണ് 100% പ്രാക്ടീസിങ് മുസ്ലിമായ ഇസ്ലാം കൂറിനാൽ മാത്രം സന്നദ്ധ സേവനത്തിന് ഒരുമ്പെട്ടിറങ്ങിയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ്റെ സഹജീവി എന്നതിൽ കവിഞ്ഞ ബന്ധാഭാഷങ്ങളില്ലാത്ത ആത്മബലി. അതായത് രാമനെ രക്ഷിച്ച റഹ്മാൻ, അതോടുകൂടി റഹ്മാൻ ആത്മബലി കൊടുക്കുകയാണ്, അതായത് മരിക്കുകയാണ്, രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 100% പ്രാക്ടീസിങ് മുസ്ലിമായ ഇതുകൊണ്ടും ആ ഇസ്ലാം കൂറിനാൽ മാത്രമുള്ളത് കൊണ്ടുമാണ് സന്നദ്ധ സേവനം ചെയ്തതെന്നുള്ളതാണ് KP രാമനുണ്ണിയെ പോലുള്ള ആളുകൾ പറയുന്നത്. അതായത് കൃത്യമായി നമ്മളുടെ ഉള്ളിലുള്ള നീതിയിൽ അല്ലെങ്കിൽ പീഡനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സദാചാര ക്രിയ അല്ലെ സദാചാര കർമ്മം, ഒരാളെ രക്ഷിക്കുക എന്ന് പറയുന്ന സദാചാര കർമ്മം ഈ അബ്ദുറഹിമാൻ ചെയ്യുന്നത് ഇസ്ലാം കൂറുകൊണ്ടാണ്, അല്ലെങ്കിൽ മതവിശ്വാസി ആയതുകൊണ്ടാണ് എന്നാണ് രാമനുണ്ണി പറയുന്നത്. അതായത് തികച്ചും മതപരമല്ലാത്തൊരു കാര്യവും കൂടി മതത്തിന് വേണ്ടി അങ്ങ് ഏറ്റെടുക്കുകയാണ്. കാരണം ഇത് മതം ഉള്ളത് കൊണ്ടാണ് ചെയ്തത്. ഇതിൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് തമാശ തോന്നും. കാരണം വിശ്വാസികൾ ഇതാരും ചെയ്യില്ല എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് മറുപടികളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ കേസിൽ വരുമ്പോൾ ഒന്ന് നോക്കിയേ, ഈ കേസിനൊരു തുടർച്ചയുണ്ട്. ഈ അശ്വതിയെ ചോദ്യം ചെയ്യുന്നു. അശ്വതിയെ ചോദ്യം ചെയ്യുന്നതിൽ മനം നൊന്ത് അശ്വതി വീടിനുള്ളിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ അതിൽ മനം നൊന്ത് അമ്മാവൻ മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത ശേഷം ആ പ്രദേശത്ത് ഒരു പ്രകടനം ഉണ്ടാവുകയാണ്, ഒരു ജാഥ ഉണ്ടാവുകയാണ്. ആ ജാഥയുടെ ആവശ്യം ഒരു പത്രം ഇതിനെ സദാചാര പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് ആയിട്ട് സദാചാര ഗുണ്ടായിസമായിട്ട് ചിത്രീകരിച്ചതിൽ മനം നൊന്നാണ് അമ്മാവൻ മരിച്ചത്. അതുകൊണ്ട് ആ പത്രം മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. അതായത് അവിടെ അശ്വതി മരിച്ചതിനേക്കാൾ
ആ സമൂഹം കൂടുതൽ വികാരപരമായി അടുക്കുന്നത് അമ്മാവൻ മരിച്ചതിലാണ്. കാരണം അമ്മാവനെ സദാചാര പോലീസ് എന്ന് വിളിച്ചപ്പോൾ അമ്മാവൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മാവൻ ആത്മഹത്യ ചെയ്തു. അത് കൊണ്ട് പത്രം കുറ്റം പറയണമെന്നാണ് പറയുന്നത്. രണ്ട് സ്ഥലത്തും ഉണ്ടായ ഒരു വ്യതിയാനം അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥലത്ത് സദാചാരമെന്ന് മനസ്സിലാക്കിയിട്ട് അത് മതത്തിന് വേണ്ടി ഇങ്ങ് എടുക്കുമ്പോൾ, മറ്റേ സ്ഥലത്ത് യഥാർത്ഥമായി അതിന് ഇരയായപ്പെട്ട ആ പെൺകുട്ടിക്ക് അല്ല ഫോക്കസ് ഇരിക്കുന്നത്, മറിച്ച് ആ സദാചാര ഗുണ്ടായിസം നടത്തിയ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന ആ അമ്മാവൻ ആത്മഹത്യ ചെയ്തതിലാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്താണ് ഇവിടെ വ്യത്യാസം വന്നത്? അവിടെ സദാചാരത്തെ ഏറ്റെടുക്കാൻ മതം ഓടുന്നു, ഇവിടെ സദാചാരം ലംഘനം നടത്തിയ ആളുടെ കൂടെ നിൽക്കുന്നു. എവിടെയാണ് വ്യത്യാസം വന്നത്? അവിടെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യല്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇത് നമ്മളെപ്പോഴും കാണാറുള്ള ഒരു പരസ്യമാണ് സെൻസർ ബോർഡിൻ്റെ. ഈ നഗരത്തിന് ഇത് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നൊരു പരസ്യമാണത്. ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. അതിന് പരസ്യവാചകത്തിലുള്ളൊരു വാചകമാണ് ആരും ഒന്നും മിണ്ടാത്തത് എന്താണ്, അതായത് നിങ്ങൾ പ്രതികരിക്കാത്തത് എന്നാണ് ആ പരസ്യത്തിലെ ആ നരേഷൻ ചോദിക്കുന്നത്. അതാണ് പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? അവിടെ പരസ്യമായി പുകവലിക്കുന്ന ഒരു സദാചാര പ്രക്രിയയല്ല, അതൊരു സദാചാര ലംഘനമാണ്. അങ്ങനെ ഒരു സദാചാര ലംഘനം നടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഒരു പരസ്യം ചോദിക്കുന്നത്. ഒരു പരസ്യം നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സദാചാര ലംഘനത്തിൽ പ്രതികരിക്കണമെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പരസ്യം വേണ്ടി വരുന്നു. ഏത് സദാചാര ലംഘനം? ഒരു സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന സദാചാര ലംഘനം. ഇതിനോട് അടുപ്പിച്ച് നടക്കുന്ന ഒരെണ്ണം അതേ ഫോർമാറ്റിൽ ഞാനൊന്ന് എടുത്തു നോക്കിയതാണ്. ഈ നഗരത്തിന് ഇത് എന്തു പറ്റി? ചിലയിടത്ത് മൂത്രം, ഒരാൾ കൂളായിട്ട് ഒന്ന് മൂത്രമൊഴിക്കുന്നു, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമ്മൾ മൂക്കുത്തി അതിൽ കൂടി നടന്നു പോകും, അയാളെ ഒരാൾ പോലും ചോദ്യം ചെയ്യില്ല. ഇവിടെ നടക്കുന്ന സദാചാര ലംഘനത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും തയ്യാറാവുന്നില്ല. ആരെങ്കിലും ഒരാൾ വഴിയിൽ തുപ്പിയതിന് തല്ലിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. പരസ്യമായി സിഗരറ്റ് വലിച്ചതിന് തല്ലിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. തല്ലിക്കൊല്ലോ പോട്ടെ, ചെറിയ തല്ലെങ്കിലും തല്ലിയിട്ടുണ്ടോ? തല്ലുന്ന നല്ലതാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടിട്ടില്ല. ഒരു ചെറിയ സദാചാര പ്രശ്നങ്ങളിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും ഇത് വലിക്കുന്നത് ശരിയല്ല എന്ന് പറയാവുന്ന സദാചാര പ്രശ്നങ്ങളിൽ പോലും നമ്മൾ മൗനം പാലിക്കുന്നു. അതൊരു സദാചാര പ്രശ്നമേ അല്ല എന്നുള്ള കണക്കാക്കുമ്പോൾ ഈ കേസൊന്ന് നോക്കിയേ. ഇത് ചാവക്കാട് നടന്നൊരു കേസാണ്. രാത്രി കടപ്പുറത്തെ ഒരു വീട്ടിൽ ഈ സവാഹീറിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ വീട്ടിലെ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തെളിയിച്ചിട്ടൊന്നുമില്ല. തെളിയിച്ചാലും വലിയ തെറ്റൊന്നുമില്ല, പക്ഷെ തെളിയിച്ചിട്ട് പോലുമില്ല, പറഞ്ഞിട്ട് അയാളെ തല്ലിക്കുന്നു. എത്ര കേസുകൾ! ഒറ്റപ്പാലടുത്ത് നടന്നൊരു കേസ്. ഈ കേസിൽ ഏറ്റവും ആദ്യത്തെന്ന് പറയാവുന്ന ഷഹീദ് ബാബ കേസ്, അശ്വതിയുടെ കേസ്. ഇങ്ങനെ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ സദാചാര ലംഘനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി ആളെ തല്ലാൻ വേണ്ടി തയ്യാറായിട്ട് ഇടിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സമൂഹം. എന്താ കുഴപ്പം? ഇതെന്താ മറ്റു മൂത്രമൊഴിക്കുന്ന ഒരാളുടെ, അയാളെ തല്ലണം എന്നല്ല പറഞ്ഞത്, മൂത്രമൊഴിക്കുന്ന ഒരാളെ കുറഞ്ഞ പക്ഷം തടഞ്ഞു നിർത്താനോ അയാളുടെ അടുത്ത് 4 വാക്ക് പറയാനോ എങ്കിലും തയ്യാറാകാത്ത ഒരു സമൂഹം. അത് കുറച്ചുകൂടി ഈ സവാഹീർ എന്ന് പറയുന്ന ഈ വ്യക്തി ഏതെങ്കിലും സ്ത്രീയായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും അത് സമൂഹത്തിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യം മാത്രമാണ്. പക്ഷേ വഴിയിൽ പരസ്യമായിട്ട് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ നടുക്കുന്ന് പരസ്യമായിട്ട് ഒരാൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നാറും, അത് മുഴുവൻ ആളുകളെയും ബാധിക്കും. അവിടെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പോലും നമ്മുടെ ഒരാൾ പോലും അങ്ങോട്ട് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ അവിടെ സദാചാരം പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ആർക്കും ബേജാറില്ല. പക്ഷെ ലൈംഗിക കാര്യത്തിൽ മാത്രം സദാചാരത്തിന് എന്തോ ഒരു കൊമ്പുണ്ട്. ആ കൊമ്പ് വെച്ചിട്ട് തന്നെയാണ് സദാചാരം നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും എന്താണ് ഈ പറയുന്ന പോലെയുള്ള ആക്രമണങ്ങളും അതുമൊക്കെ ഉണ്ടാവുന്നതും. ലൈംഗികത ഈ പറഞ്ഞ ധാർമ്മിക വ്യവസ്ഥയുടെ മാനസിക അടിത്തറകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ സദാചാര സങ്കല്പങ്ങളോ നമ്മളുടെ രീതികളോ ഒക്കെ മാറ്റിക്കളയും. പലപ്പോഴും നമ്മളൊരു സദാചാര പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പോലീസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് വളരെ പെട്ടെന്നാണ് നമ്മൾ ആ തീരുമാനം എടുക്കുക. നൗഷാദ് ഇങ്ങനെ വന്ന് നോക്കി, 2 ആന്ധ്രക്കാരാണ്, അവർ മരിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ നഷ്ടം, അവർക്കെന്താ നഷ്ടം, ഇങ്ങനെ ലാഭനഷ്ടം കണക്കെടുത്തിട്ടല്ല നൗഷാദ് ആ മാൻഹോളിലേക്ക് ചാടുന്നത്.
അതുപോലെ തന്നെ റഹ്മാനും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തി പല കാരണങ്ങൾ ഒരു സദാചാര പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലംഘനം തടയുമ്പോഴൊക്കെ ഒരു കുട്ടിയെ പരസ്യമായിട്ട് തല്ലുന്നത് കാണുമ്പോൾ നമ്മൾ അതിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതോ ഒന്നും നമ്മളുടെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളല്ല. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ ലൈംഗികതയുടെ കാര്യം വരുമ്പോൾ നമ്മൾ മാറ്റിവെക്കും. അവിടെ നമുക്ക് പീഡനം പരിചരണമൊന്നും പ്രശ്നമല്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു അച്ഛനും ഒരു മകളെ തല്ലാനോ കൊല്ലാനോ പോവില്ല. പക്ഷെ ആ മകള് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വന്നാൽ ഉറപ്പായിട്ട് അവളെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്തൊരു സമൂഹമാണ് നമ്മുടെ ഉള്ളത്. ഇനി കല്യാണം കഴിച്ചാൽ പോലും നമുക്കറിയാം, അഭിമാനക്കൊലകളുടെ നാടാണ് നമ്മുടേത്. തന്നിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ ആ പുരുഷനെയും ആ പെൺകുട്ടിയെയും കൊന്നുകളയുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ നമുക്ക് ഈ നീതി അല്ലെങ്കിൽ ഈ പറയുന്ന പീഡനം ഇതൊന്നും നമുക്ക് അവിടെ ബാധകമല്ല. സ്വന്തം മകളാണ്, ഇതൊന്നും നമുക്ക് ബാധകമല്ല. അവിടെ നമുക്ക് സ്വഗോത്ര സ്നേഹമൊക്കെ വളരെ കൂടുതലായിരിക്കും. ഈ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നടിമാരുടെ പോസ്റ്റിന് താഴെ മാത്രം വന്നിട്ട് നിങ്ങളെന്താ തട്ടമിടാത്ത, നിങ്ങൾക്കെന്താ നരകത്തിൽ പോണ്ടേ, അല്ല നിങ്ങൾക്ക് മരണത്തെ പേടിയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത് മുസ്ലിം നടിമാരോട് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതൊരു സ്വഗോത്ര സ്നേഹമാണ്. ലവ് ജിഹാദ് ഇത്തരത്തിൽപ്പെട്ട ഒരു സ്വഗോത്രത്തിൽ ഊന്നിയ, അത്തരം മാനസിക അടിത്തറയിൽ ഊന്നിയ ഒരു സന്മാർഗ അല്ലെങ്കിൽ സദാചാര പോലീസിങ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിക്കുന്നത്. അത് ഇന്ന ആവശ്യത്തിനാണ്, അതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. ശുദ്ധി പവിത്രതയുടെ കാര്യം നമുക്ക് പറയണ്ട. നമ്മളുടെ അമ്മമാർക്ക് എപ്പോഴും ബേജാറെന്താ? കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ മകള് ബന്ധപ്പെട്ടോ എന്നുള്ള ബേജാറാണ്. കല്യാണം തൊട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം പോലുള്ള ബേജാറെന്താ? വിശേഷമോ ഇല്ല വിശേഷം, അതായത് ബന്ധപ്പെട്ടോ എന്നായി ചോദിക്കണേ. ഇതായില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് ഇത്തരത്തിലാണ് നമ്മുടെ സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്ന ഒരാളുടെ പ്രൈവറ്റാണ്, ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഇത് നമുക്കൊരു കുട്ടി ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല നാട്ടുകാർ ചോദിക്കുന്നത്. അവനറിയേണ്ടത് ഇത് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇത് പൊട്ടി തകരോ എന്നാണ്. അതുകൊണ്ട് തന്നെ പറയും ഇത് വെച്ച് വൈകിക്കരുതിട്ടാ. കാരണം ഇത് വെച്ച് വൈകിച്ചത് ഇതിൻ്റെ രസം പോയാൽ പിന്നെ തീർന്നു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പറഞ്ഞത് ഇത് വെച്ച് വൈകിക്കരുത്, വേഗം അയക്കണം. അവർ കുട്ടി എങ്ങനെ പിന്നെ പോകില്ല. കാരണം കുടുംബം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ്. അപ്പോൾ ഈ ലൈംഗിക സദാചാര സങ്കല്പങ്ങളെ മുഴുവൻ തകിടം മറക്കുന്നത് ഈ ലൈംഗികയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ തകിടം മറിയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ കിസ്സിങ് സഹിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിസ്സിങ് സഹിക്കാൻ സാധിക്കുന്നില്ല? എവിടെയാണ് പ്രശ്നം? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന അതേ തലമുറയിൽപ്പെട്ട ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് കിസ്സിങ്ങിൽ പ്രശ്നം വരുന്നത്? പിസ്സിങ്ങിൽ പ്രശ്നം വരില്ല. പിസ്സിങ്ങിൽ പ്രശ്നം വന്നില്ലേലും വേണ്ട, കിസ്സിങ്ങിൽ പ്രശ്നം വരാതിരുന്നാൽ മതി. എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലൈംഗിക ബോധത്തിന് വല്ല തകരാറുമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യം നമുക്ക് വല്ല ലൈംഗിക ബോധമുണ്ടോ എന്നാണ്. സത്യത്തിൽ നമുക്ക് ഒരു ലൈംഗിക ബോധവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 94 മുതൽ അല്ലെങ്കിൽ 90 മുതലുള്ള നമ്മളുടെ സിലബസുകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഒന്നിലും ലൈംഗികത ഒരു സെക്സ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ കമ്പൽസറി ആയിട്ട് എന്തായിട്ടാണെങ്കിലും നമുക്ക് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി പഠിപ്പിച്ചാൽ തന്നെ അത് കൃത്യമായിട്ടല്ല പഠിപ്പിക്കുന്നത്. പണ്ട് മിക്കവരും കേട്ടിട്ടുണ്ടാവും ഒരു തമാശ പറയുന്നത്. അതായത് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, അവർക്ക് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗർഭനിരോധന ഉറകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നാണമായി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കയ്യിലൊരു മുളയുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഇടണം, മുളയിൽ ഇങ്ങനെ ഇട്ട് വെക്കണം, അതിനുശേഷം ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. ഇവരൊരു 3-4 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾക്ക് കുറവൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളിത് ഉപയോഗിക്കാറില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. അയാൾ ഓരോ പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴും ആ മുളയെടുക്കും, 2 ഇടും അല്ലെങ്കിൽ 1 ഇടും, എന്നിട്ട് അയാൾ ബന്ധപ്പെടും. കാരണം ഇങ്ങനെയാണ് പലപ്പോഴും ലൈംഗികത പഠിപ്പിക്കുന്നത്. 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ലൈംഗികത പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്? അത് നിങ്ങൾ വായിച്ചാൽ മതി. ടീച്ചർക്ക് ഈ ടീച്ചർക്ക് നാണം വരാനൊരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ടീച്ചർ കംഫർട്ടല്ല അത് പറയാൻ, അത് വ്യക്തമായിട്ട് പറയാൻ ടീച്ചർ കംഫർട്ട് അല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ടീച്ചർക്ക് അത് പറയാൻ പറ്റില്ല.
ടീച്ചറോട് നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് ടീച്ചർ ആർത്തവം അത് ലൈംഗിക ബന്ധം ഉണ്ടാകത്തോണ്ടാണ്. അപ്പോൾ അങ്ങനെ ലൈംഗിക ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രം അണ്ടമൊരുങ്ങിയാൽ പോരെ, അല്ല അതൊരു ജീവപ്രക്രിയയാണ്. അത് അങ്ങനെ വിശദീകരിച്ച് ആ നിലവാരത്തിലുള്ള ഓരോ കുട്ടികൾക്കും നിലവാരത്തിലുള്ള രീതിയിലുള്ള ലൈംഗിക പഠനം ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അഥവാ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് അപര്യാപ്തമാണ് എന്നുള്ളതാണ് സത്യം. അത്തരം ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന ആളുകളാണ് ഇന്നത്തെ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള പ്രായത്തിലുള്ള ആളുകൾ. അവർ ലൈംഗികമായി ബന്ധപ്പെട്ടത് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ലൈംഗിക ആരോഗ്യത്തിന് മാനസിക ആരോഗ്യവുമായി ബന്ധമുണ്ടെന്ന് ആദ്യം പറയുന്നത് ഫ്രോഡാണ്, സിഗ്മണ്ട് ഫ്രോഡാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ പലപ്പോഴും അപ്രസക്തമാണെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, ലൈംഗികമായി ഉന്നതിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യം ഇല്ലാത്തൊരു സമൂഹത്തിൽ മാനസികാരോഗ്യം വളരെ കുറവാണ് എന്ന് നമുക്ക് ഒരു ചെറിയ ഇതിലെത്താൻ പറ്റും. അത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ കൂടി അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. എന്തോ ഒരു പ്രശ്നം, ലൈംഗികത ഉണ്ടാകുന്ന എന്തോ ഒരു പ്രശ്നം മനസ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം ലൈംഗികതയും മനുഷ്യൻ്റെ ഭക്ഷണം പോലെ, ദാഹം പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ജീവൽ പ്രവർത്തനമാണ്, അത് ആവശ്യമാണ് എന്നുള്ള നിലപാടിലേക്ക് എത്താൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കുന്നില്ല. ഇത് ഇപ്പോൾ സംസാരിക്കാനുള്ള കാര്യമേ അല്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ ലൈംഗികത. ഏറ്റവും കൂടുതൽ ആളുകൾ, ആണുങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ലൈംഗികതയാണ് രഹസ്യമായിട്ട്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും എന്നാൽ പരസ്യമായി സംസാരിക്കാത്തൊരു സാധനമാണ് ലൈംഗികത. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണോ നമ്മുടെ സമൂഹം? ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാതെ വരേണ്ട ഒരു സമൂഹമാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്ന് പറയുന്ന UN-ൻ്റെ ഒരു ഏജൻസിയാണ്. ഇവർ 1994 ഒരു കോൺഫറൻസ് വിളിച്ചു, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫോർ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെവലപ്മെൻറ്റ്, IPCD എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് വിളിച്ചു. നമ്മൾ ഇന്ത്യ അടക്കം, നമ്മൾ ഇന്ത്യ UN-ൽ അംഗമായതുകൊണ്ട് അതിൽ പങ്കെടുക്കണം. നമ്മളുടെ ഇന്ത്യ അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അവർ ഇനിഷ്യേറ്റീവ് ചെയ്ത ഒരു IPCD അജണ്ടയാണ് ഈ കാണിക്കുന്നത്, കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. ഒരവകാശം എന്നുള്ള നിലയ്ക്കാണ്, അതായത് അത് നിഷേധിക്കുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനം പോലെ ആണ്. ലൈംഗിക വിദ്യാഭ്യാസം ഒരു മനുഷ്യാവകാശ ലംഘനം പോലെയാണ് എന്ന് യുണൈറ്റഡ് നേഷൻസ് പറയുമ്പോൾ നമ്മളുടെ സർക്കാർ 2014 പറയണത് എന്താ? സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ ഷുഡ് ബി ബാൻഡ്. അതായത് നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട. ഇത് പറയുന്നത് നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയാണ്. നമ്മളിവിടെ സെക്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല. അതെന്താ? അങ്ങനെയാണ് നമ്മളുടെ നാട്, നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. നമ്മുടെ സംസ്കാരത്തിൽ സെക്സിന് യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ സംസ്കാരം എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒട്ടും ലൈംഗികപരമായിട്ട് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു പ്രൈമറി അല്ലെങ്കിൽ നേഴ്സറി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. അത്രയും പരിതാപകരമാണ് നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതേ സംഘടനയുടെ ഒരു പിയർ സംഘടനയാണ് സെക്ഷൽ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരിടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു പിയർ റിപ്പോർട്ട് എടുക്കും. ആ പിയർ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നതാണ്. ആ പിയർ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഗവൺമെൻറ്റ്സ് ആർ ഒബ്ലൈജ്ഡ് ടു പ്രൊവൈഡ് എ ഫ്രീ ആൻഡ് കമ്പൽസറി കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഫോർ അഡോളസെൻ്റ് ആൻഡ് യങ് പീപ്പിൾ. പ്രായപൂർത്തിയായവർക്കും കൗമാരാവസ്ഥയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും സൗജന്യവും വളരെ കോംപ്രഹെൻസീവ്, വളരെ വിശാലമർത്ഥത്തിലുള്ളതുമായുള്ളൊരു ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ 12 സ്റ്റേറ്റുകളാണ് സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചത്. നമ്മൾ അറിഞ്ഞിട്ടും കൂടിയില്ല. അവിടെ നിന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അവർ നടത്തിയൊരു സർവേ അനുസരിച്ച് 42 മുതൽ 52% വരെ ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്ന്. ഒരു വിഭാഗം, ഒരു തലമുറ പറയുകയാണ് ഞങ്ങൾക്ക് ഇത് തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തലമുറ മാത്രമല്ല, അതിൻ്റെ പുറകോട്ടുള്ള മുഴുവൻ തലമുറയെ എടുക്കുകയാണ്.
അവർ മുഴുവൻ പറയാൻ നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്നത് എന്താ, ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിൽ എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുക. എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നതല്ല, എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കണം. പക്ഷേ അതുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ആവറേജ് ഇന്ത്യൻ അവൻ്റെയോ അവളുടെയോ കന്യാത്വം നഷ്ടപ്പെടുത്തുന്നത് 22 വയസ്സിലാണ്. അതായത് 22 വയസ്സിലാണ് ഒരാൾ ലൈംഗികമായി ബന്ധപ്പെടുന്ന ആവറേജ് 22 വയസ്സിലാണ് ഇന്ത്യക്കാരൻ്റെ ആവറേജ്. ഇത് ലോകത്തിൽ ഏറ്റവും കൂടിയ പ്രായമാണ്. കുറച്ചുകൂടി പരിഷ്കൃതമെന്ന് നമ്മൾ പറയുന്ന സമൂഹങ്ങളിൽ 15 വയസ്സിലോ 16 വയസ്സിലോ അവൻ്റെ കന്യാത്വം നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊരു ചർച്ചയെങ്കിലും ചെയ്യണ്ടേ? അതാരും ചർച്ച ചെയ്യുന്നില്ല. അതാ ചർച്ച ചെയ്യാത്തതിൻ്റെ കാര്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു ടാബുവാണ്. മറ്റൊരു നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ കാണുന്നത്. ഭർത്താവിൻ്റെ അവിഹിത പരിസ്ത്രീ ബന്ധം പൂർണ്ണമായും മാറ്റാമെന്ന്. അത് എങ്ങനെ പറയണം? ഭർത്താവ് അറിയാതെ മാറ്റാമെന്നാണ് പറയണം. അതായത് ഭർത്താവിനൊരു അവിഹിത ബന്ധമുണ്ട്, അത് ഭർത്താവ് പോലും അറിയാതെ മാറ്റിത്തരും. അത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം അതിൽ തികച്ചും പ്രകൃതിദത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100% ഫലമുറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭർത്താവ് പിന്നെ പരിസ്ത്രീയോടുകൂടി പോവുകയില്ല എന്നാണ് പറയണേ, ഇയാളെ ഗ്യാരണ്ടി പറയണേ. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകളുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ നോട്ടീസ് ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ളൊരു വേറെ ഇത് മാത്രമാണോ നോക്കുക. മറ്റൊരു സ്റ്റഡിയാണ് പറയുന്നത്, കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള പ്രൊമദ്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ മാരേജ് ചെയ്ത ഇതിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗം പുരുഷന്മാർ ദമ്പതികളാണ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ ദമ്പതികളാണ്. അവരിൽ 59% ആളുകൾക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നാണ് അവരുടെ പഠനങ്ങൾ പറയുന്നത്. അതായത് ഉദ്ധരണക്കുറവ്. ഈ ഉദ്ധരണക്കുറവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കണം എന്നില്ല. പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയാം. അതായത് എനിക്ക് ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ എന്നുള്ള ആദി കൊണ്ടായിരിക്കാം. ആദ്യ രാത്രി വെറുതെ കണ്ണും നോക്കിയിരുന്ന് കളഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. രാത്രി ഒരാൾ വിളിച്ചിട്ട് ഏതാ സ്പോട്ട് എന്ന് ചോദിച്ച ചരിത്രങ്ങളുണ്ട്. അത്രയ്ക്ക് ദയനീയമായ രീതിയിലാണ് നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം പോകുന്നത്. പലർക്കും അറിയില്ല, ഒരു സ്ത്രീ ശരീരത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് കാണാത്ത ഒരു സമൂഹമുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണ നഗ്നരായ ഇണയുടെ ശരീരം കാണാത്ത, ഇത് ഒളിച്ചു വെക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയുന്നത്. അങ്ങനെ ഒരു സമൂഹം നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തിനും മറ വേണമെന്നൊക്കെയുള്ള കുറേ സദാചാര സങ്കല്പങ്ങളിൽ നിന്നുമാണ് ഇത്തരം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഒരു തരത്തിലും ശാരീരികമായ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പോലും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാനസികമായി തയ്യാറല്ലാത്ത ഒരു വലിയ വിഭാഗം, ഇത് സ്ത്രീകളിലും ഉണ്ട് കേട്ടോ. സ്ത്രീകളിലും 58% ഈ പറയുന്ന പോലെയുള്ള അസുഖങ്ങളുണ്ട്. ഇത് മിക്കതും എന്താ പറയുക, മാനസികമായത് കൂടുതലും ശാരീരികമായ അസുഖങ്ങൾ കുറവുമാണ് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതിനേക്കാൾ വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയൂല. പകരം എന്താ ചെയ്യുക, ഏറ്റവും കൂടുതൽ പറയുന്നത് ആണുങ്ങളാണെങ്കിൽ തൊട്ടടുത്ത കല്യാണം കഴിച്ച ആളിനോട് ചോദിക്കും, അപ്പോൾ അവനവിടെ മാച്ചോ, അതൊക്കെ നിനക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് പറ്റും. ഞാനൊരു ദിവസം 3 പ്രാവശ്യം അത് പറയണം. അതങ്ങനെ പറഞ്ഞാലാണ് നമ്മളുടെ ഒരു ആണത്തം വെളിവാകപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരം മരുന്നുകളുടെ പുറകിലേക്ക് പോകുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെട്ടൊരു സാധനമാണ് ഈ സാധനം. ഇത് കഴിക്കാത്ത ഒരാൾ ആ തലമുറയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം പലർക്കും സംശയം, ഇത് പോരോ, ഇത് മതിയോ, ഈ പവർ മതിയോ, ഇനി ഇച്ചിരി കൂടി മുസ്ലിയുടെ പവർ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ചിലരിനി പ്രകൃതിദത്തം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സഫേദ് മുസ്ലി എന്നെ മേടിച്ച് വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. അത് അടുത്ത വീട്ടിലെ പട്ടി ഒന്ന് നിന്നിട്ട് പിന്നെ പട്ടിക്ക് കുട്ടികളുണ്ടായെന്നൊക്കെയാണ് പറയണത്. അത്രയും അല്ല, അവൻ തന്നെ പറഞ്ഞതാണ്. ഞാനത് തിന്നപ്പോൾ പട്ടി ആ കിഴങ്ങൊന്ന് തിന്നു, പിന്നെ ഇതേ പട്ടിക്ക് കുട്ടികളുണ്ടായി. പക്ഷെ ഇവനിപ്പോഴും കുട്ടികളുണ്ടായില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിൽ കാര്യമില്ലേ എന്നാണ് ഈ ചോദിക്കുന്നത്.
ഇത്തരം മണ്ടത്തരങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതനുസരിച്ച് ഈ പഠനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബ്രാൻഡിൻ്റെ പേര് പറയാതെ തന്നെ ഇന്ത്യ ടുഡേ ഒരു വിവരാവകാശ നോട്ടീസ് കൊടുക്കുകയും അവിടുത്തെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളുടെ ആയുർവേദ വിങ്ങുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ നേരിട്ടുള്ള പ്രചാരം അവർ നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞു വന്നത്? നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റിലേക്ക് തിരിച്ചു പോവാണ്. ഒന്ന്, നമുക്ക് ആവശ്യമില്ലാത്ത 3 മാനസിക അടിത്തറകളെ നമ്മൾ പേറുന്നു. സ്വഗോത്രം അല്ലെങ്കിൽ ശുദ്ധി തുടങ്ങിയ 3 മാനസിക അടിത്തറകളെ പേറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം പോരാതെ വരുന്നു. നമ്മളുടെ ലൈംഗിക വിദ്യാഭ്യാസം നോർമലല്ല, സാധാരണയല്ല, അതൊരു അസാധാരണമാണ്, അതൊരു വ്യതിയാനമാണ്. ലൈംഗികമായി വ്യതിയാനമുള്ള ഒരു സമൂഹമാണ് എന്ന ഒരു കൺക്ലൂഷനിൽ എത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് എന്താണ് ലൈംഗിക വ്യതിയാനം എന്ന് നോക്കാം. ഒരാൾക്ക് ലൈംഗികപരമായി വ്യതിയാനമുണ്ട് എന്ന് പറയണമെങ്കിൽ ഈ ഒരു നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ ഉണ്ടാവണം. അയാൾ മനുഷ്യേതര വസ്തുക്കളുമായി ആയോ സ്വയവും ഇണയോ പീഡിപ്പിക്കുന്ന രീതിയിലോ, അതായത് അവരെ വേദനിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടോ, അല്ലെങ്കിൽ സമ്മതമില്ലാത്തവരുമായിട്ടോ ഒക്കെ 6 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി ഒക്കെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുക, പ്രേരണ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തോ ലൈംഗികപരമായിട്ട് പ്രശ്നമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഒരു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലൈംഗിക വ്യതിയാനങ്ങളെ, സെക്ഷുവൽ ഡീവിയേഷനെ 10 ലക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് DSM എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക് മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, അവരുടെ ഇതിൽ വരുന്ന ഈ 10 കാര്യങ്ങൾ വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ലൈംഗികപരമായി വ്യതിയാനമാണ് എന്ന് വിലയിരുത്തണം. ഇത് UN അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് DSM എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡറിൽ പറയുന്ന ലക്ഷണങ്ങളാണിതെല്ലാം. ഇതിൽ ആദ്യത്തെ ലക്ഷണമാണ് അവർ പറയുന്ന എക്സിബിഷനിസം. ഞാനെല്ലാം ഡീറ്റെയിലേക്ക് പോകുന്നത്. എക്സിബിഷനിസം എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇണയുടെയോ അല്ലെങ്കിൽ ഇണയാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെയിലേക്ക് തൻ്റെ നഗ്നത പ്രദർശിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഇത് കാണാറുണ്ടാവും പലരും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിന് ഇരകളാവുക. ഇടവഴിയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിഞ്ഞ് നിന്ന് മുണ്ടൂക്കി കാണിക്കും. ഒരു സുഖം, വേറൊന്നുമില്ല, അവർ ഉപദ്രവിക്കുകയൊന്നുമില്ല, ഒരു സുഖം, ഒരു മനസ്സുഖം, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഇതൊന്ന് കാണുക, അത് എൻ്റെ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്, ഇത് കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടോളൂ എന്ന് പറയുക. ഇതൊരു അസുഖമാണ്, ഇതൊരു ലൈംഗിക വ്യതിയാനമാണ്. ഇത് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടാവും? നമ്മുടെ സ്ത്രീകളോട് ചോദിച്ചു നോക്കിയാൽ പോലെ, പുരുഷന്മാരോട് വളരെ കുറവായിരിക്കും, സ്ത്രീകളോട് ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഫെത്തിസം. ഫെത്തിസം എന്ന് പറയുന്നത് എന്താ? സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ബൈ നോൺ ഹ്യൂമൻ ഒബ്ജക്ട്സ്. അത് സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു, ഞാനിത് പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് സ്ത്രീകളെ ഏറ്റെടുക്കുന്നത്. തിരിച്ചു വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ഈ അതിക്രമങ്ങളൊക്കെ കാണിക്കുക. ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരമുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി രാത്രിയാകുമ്പോഴത്തേക്കും വരും. പുള്ളിയുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കാനിട്ടിരിക്കുന്ന സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും മണത്തു നോക്കുക, അതിൽ നിന്നും രതിമൂർച്ച അനുഭവിക്കുക, അത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, അവരുടെ വസ്ത്രങ്ങൾ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. ഇത് ഈ ഫെത്തിസം എന്ന് പറയുന്ന ഒരു ലൈംഗിക വ്യതിയാനമാണ്. നമ്മുടെ നാട്ടിൽ ഇത് അനുഭവിച്ച് പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുന്നല്ല, ഉണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ഫോർട്രീസം അടുത്തത്. ഇതനുഭവിക്കാത്ത ഒരു സ്ത്രീ പോലും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാം. എന്താ സംഭവിക്കുക? തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരവർക്ക് വിലപ്പെട്ടതെല്ലാം മറ്റുള്ളവരുടെ മേത്തൊന്ന് ഉരസുക, ഒന്ന് മുട്ടുക, ഒരു തട്ടുക. ഈ മുട്ടലും തട്ടലും കിട്ടാത്ത ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് സർവേ നടത്തി നോക്കണം. അല്ല, അത്രയും ആ രീതിയിൽ ഒരു മുട്ടലിൽ പോലും അല്ലെങ്കിൽ ഒരു കൈ തൊടുന്നതിൽ പോലും എന്താ പറയുക, ഭയം, അത്രയും ഭയത്തിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത്.
ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറയണം അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറയണത്. ഈ ബസ്സിൽ കയറിയാലൊക്കെ നമ്മൾ കൊടുക്കണം സംരക്ഷണം ഇതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർട്ടിസം, അതുപോലെ പീഡോഫീലിയ, നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്നൊരു സാധനമാണ് പീഡോഫീലിയ. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുക, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന 3 മാസം പ്രായമുള്ള, അല്ല 3 വർഷം മുതൽ 3 മാസം മുതൽ അങ്ങോട്ട് മുകളിലോട്ട് തുടങ്ങുക. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിലും അതിനെ പീഡിപ്പിക്കുക. കാരണം എന്താ, പീഡിപ്പിക്കുക എന്നുള്ളതിനിപ്പോൾ നമ്മളുടെ വാക്ക് അറിയാലോ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. പക്ഷേ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ലൈംഗിക വ്യതിയാനമാണ് അവൻ്റെ മനസ്സിലുള്ളത്. കാരണം അവൻ്റെ ലൈംഗിക വിദ്യാഭ്യാസം ശരിയല്ല, അവൻ്റെ ലൈംഗിക രീതികൾ ശരിയല്ല, അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയല്ല. പിന്നെ അവൻ്റെ നിന്ന് നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതുപോലെയാണ് സെക്ഷൽ മാച്ചോയിസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കുറഞ്ഞ അളവിലെങ്കിലും എല്ലാവരും കാണിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ 3 പ്രാവശ്യം, അല്ലെങ്കിൽ സ്വയം വേദനിച്ചുകൊണ്ട്. ചില സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ്, അവർക്ക് വേദന അനുഭവിച്ചുകൊണ്ട് ലൈംഗിക സംതൃപ്തി നേടുക, ലിംഗത്തിൽ കടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഞാനെന്തോ വലിയൊരാളാണ്, വേദന സഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക വ്യതിയാനത്തിൽ, അങ്ങനെയുള്ള ലൈംഗിക വ്യതിയാനം സെക്ഷൽ മാച്ചേഴ്സ്. അതിൽ സെക്ഷൽ സാഡിസം, ഇണയെ വേദനിപ്പിച്ചുകൊണ്ട്, സ്വന്തം ഇണയെ വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗിക അനുഭൂതി അല്ലെങ്കിൽ രതിമൂർച്ച അനുഭവിക്കുന്നതിനെയാണ് സെക്ഷൽ സാഡിസം എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വെറ്റിക് ഫേത്തിസം, അതായത് ഇണയുടെ ശരീരം, അല്ല ഇണയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കിടക്കുക. മറ്റത് ഉപയോഗിക്കലായിരുന്നു കേട്ടോ, ഇത് അണിഞ്ഞുകൊണ്ട് കിടക്കലാണ്. ഇതെല്ലാം ലൈംഗിക വ്യതിയാനങ്ങളിൽ പെടുന്നതാണ്. വോയറിസം, മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമാണ് വോയറിസം, ഒളിഞ്ഞുനോട്ടം. ഒളിഞ്ഞോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുളിമുറിയുടെ മുകളിൽ കയറി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതാണ് ഒളിഞ്ഞോട്ടം എന്ന് വിചാരിക്കരുത്. സി ഡി എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ വരെ ജാഥയായി പോകുന്നതും വോയറിസമാണ്. ഒരു പ്രതിയുടെ സ്വകാര്യ കാര്യമായ അവരുടെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഒരാൾ ചോദിച്ചാൽ അതും വോയറിസം തന്നെയാണെന്ന് പറയേണ്ടത്. കാരണം അത് സ്വകാര്യതയാണ്, ആ സ്വകാര്യതയിലോട്ടുള്ള ഒളിഞ്ഞു നോട്ടം. പക്ഷെ വിശാലാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് അങ്ങനെ പറയാമെങ്കിലും സാധാരണഗതിയിൽ ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇത് പണ്ടും ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ, ഇപ്പോൾ ഒരിത്തിരി കൂടി. അത് ക്യാമറയുടെ രൂപത്തിലൊക്കെ ആയി. നേരിട്ട് കാണുന്നതിന് വരെ ക്യാമറയിൽ എടുക്കുക, അതിനുശേഷം അത് പിന്നെയും കാണുക. സുവോഫിലിയ, മൃഗരതി, മൃഗങ്ങളെ പീഡിപ്പിക്കുക. മൃഗങ്ങളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, അവർ സാധാരണ പോലെ നിൽക്കും. പക്ഷെ ഇവൻ്റെ അടുത്ത് വിടാൻ പറ്റത്തില്ല. ചെന പിടിക്കാത്ത പശു വരെ ചെന പിടിക്കും എന്ന് പറയും ചില ആൾക്കാർ. അതുപോലെ നെക്രോഫീലിയ, ശവഭോഗം, ഇതെല്ലാം ലൈംഗിക വ്യതിയാനങ്ങളാണ്. ഇതിലേത് കേസാണ് നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്നൊന്നും പറയാമോ? ഈ 10 ലൈംഗിക വ്യതിയാനങ്ങൾ പറഞ്ഞു. ഈ 10 ലൈംഗിക വ്യതിയാനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സമൂഹം ശരിക്കും ഒരു പാരാഫിലിക് ആണോ? ഈ ചോദ്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഒരൊറ്റ രേഖ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നമ്മളുടെ സംസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന റേപ്പുകളുടെ എണ്ണമാണ് ആ ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി ആയിട്ട് ഓരോ വർഷവും ഒരു ആവറേജ് 800 സ്ത്രീകളെ നമ്മൾ റേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ കിടക്കുന്ന സമൂഹം റേപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ പറ്റുമോ അറിയില്ല. കഴിഞ്ഞ കൊല്ലം ആ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് മലപ്പുറമാണ്. 105 റേപ്പുകളായിരുന്നു. പിന്നെ വേറൊരു അതിൻ്റെ എഫക്റ്റ് എന്താ? റേപ്പ് ഇൻ എവരി 29, ഇന്ത്യയിൽ ഓരോ 29 മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു. ഈ റേപ്പ് എടുത്ത് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ചാൽ, റേപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹ്യൂമിലിയേഷനാണ്. കാരണം അതിനകത്ത് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു ചെറിയ സദാചാരം പോലും പറയാൻ പറ്റാത്ത അത്രയും വലിയ പീഡനമാണത്, മാനസികമായും ശാരീരികമായും ഒക്കെ. ആ സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിൽ 29 സ്ത്രീകൾ 29 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഇമേജസ് നടത്തിയ ഒരു സർവേ പറയുന്നത് 24% ആണുങ്ങൾ സമ്മതിക്കുന്നു അവരേതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന്. എന്താണെന്ന് വെച്ചാൽ ലൈംഗികമായി പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ബന്ധം തന്നെ ആവണമെന്നൊന്നുമില്ല, വേറെ പല രീതിയിലാവാം. അവർ സമ്മതമില്ലാതെ അവരെ കയറി പിടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫെത്തിസം പോലെ ആയിരിക്കാം, വോയറിസം ആയിരിക്കാം, ഏതെങ്കിലും രീതിയിൽ. പക്ഷേ 24% ആണുങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ യൂത്ത് സർവേയുടെ ഭാഗമായിട്ട്
ഞാനിതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലൈംഗികത എന്ന് പറയുന്ന ഒരു കപടതയിലേക്ക് നീങ്ങുകയാണ്. ഒളിച്ച് ചെയ്യുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴൊരു മറ വേണം. മറയത്ത് നമ്മൾ എന്ത് വൃത്തിയോട് കാണിച്ചാലും കുഴപ്പമില്ല, മറയില്ലാത്ത സമയത്ത് അതൊന്നും കാണിക്കരുത് എന്ന് പറയുന്ന ഒരു കപടതയിലേക്ക് നമ്മൾ പോവുക. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പറയുന്നത്. ഒരു സർവേയിൽ പങ്കെടുത്ത 61% ആൺകുട്ടികൾ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്, ആൺകുട്ടികൾ പറയുന്നു, 61% ആൺകുട്ടികൾ പറയുന്നു പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുമ്പുള്ള സെക്സ് വലിയ കുഴപ്പമൊന്നുമില്ല, അത് നടന്നോട്ടെ, അതിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 61% ആളുകൾ പറയുന്നു. എന്നാൽ ഇവരോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി കന്യകയായിരിക്കണോ എന്ന് ചോദിച്ചാൽ 63% പേര് പറഞ്ഞു അതെ വേണം. അതായത് ഞങ്ങൾക്ക് വിവാഹപൂർവ്വ ബന്ധമാകാം, അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ കെട്ടുന്ന പെൺകുട്ടി കന്യകയായിരിക്കണം, എനിക്ക് കന്യകയെ വേണം, പക്ഷെ ബാക്കിയുള്ള പെൺകുട്ടികൾ വിവാഹപൂർവ്വ ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത്തരം കപടതയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങുകയാണ്. അവരോട് എനിക്കിതേ പറയാനുള്ളൂ, അബദ്ധധാരണകൾ വെച്ച് പുലർത്തരുത്, കന്യകമാരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു മറുപടി, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളേക്കാൾ യാഥാസ്ഥിതികമായ ഒരുപാട് സമൂഹങ്ങളുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പറയാൻ പറ്റില്ല. നമ്മുടെ ഈ തലമുറയ്ക്ക് കഴിഞ്ഞു, ഇനി വരുന്ന തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ കൊറിയക്കാരൊക്കെ ചെയ്ത പോലെ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ജെജു എന്ന് പറയുന്നൊരു ദ്വീപുണ്ടായിരുന്നു. അവിടെ കല്യാണം കഴിയുമ്പോൾ ഈ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് കൊണ്ടുപോയി വിടും. അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ ദമ്പതികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അയാൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി യന്ത്രങ്ങളുടെ രീതിയും പ്രവർത്തന രീതിയും ഒക്കെ പറഞ്ഞു കൊടുക്കും. അവർ ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കും. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അതൊരു സ്വതന്ത്രമായ അല്ലെങ്കിൽ ഒരു ലൈംഗികത തുറന്നു പറയാനും പങ്കുവെക്കാനുള്ളൊരു വേദിയായി മാറി. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്താ? അത് മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ ഈസിലി അവൈലബിളായി, ഈ ദ്വീപിൽ പോകണ്ട എന്നായി. പക്ഷെ അവർ ആ ദ്വീപ് കളഞ്ഞില്ല, അവരതൊരു നല്ല മ്യൂസിയമാക്കി മാറ്റി. എന്നിട്ട് ആ മ്യൂസിയത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ അവർ ലോകത്തുള്ള മുഴുവൻ സെക്സിനെ സംബന്ധിക്കുന്ന സെക്സ് ടോയ്സും സെക്സ് പിക്ചേഴ്സും സെക്സ് സ്റ്റോറീസും അങ്ങനെയുള്ള എല്ലാ ലൈംഗികതയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാക്കി അതിനെ മാറ്റി. അത്തരം ഒരു മ്യൂസിയത്തിൻ്റെ ഫോട്ടോയാണ് പറയുന്നത്. ഇത് ഞാൻ ശ്രീ മുരളി തുമാരൂടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ നിന്നാണ് ഇതെടുത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ പറയുക, ലൈംഗികത എന്ന കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ കുടുംബത്തിനും സമൂഹത്തിനും ക്ലാസ് റൂമിലും അതിന് തുറന്ന സംഭാഷണത്തിന് അവസരം നോക്കുന്നതൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ ലൈംഗിക കാര്യങ്ങളെപ്പറ്റി അജ്ഞരായ അടിച്ചമർത്തപ്പെട്ട ലൈംഗിക താല്പര്യങ്ങളുള്ള തലമുറയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനകത്ത് ഒരു വാക്കുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യണം. ലൈംഗികത നമ്മൾ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കാത്തതിനാണ്. ഇതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വഴിയേറ്റി പോകില്ല. അല്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ പേടി എന്താ? പെൺകുട്ടികളെ സംബന്ധിച്ചായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവലാതിയാണ്. പെൺകുട്ടികളെ ആരെങ്കിലും ചൂഷണം ചെയ്യുമോ? ഈ ഒരു ആവലാതിയിലാണ് നമ്മുടെ സമൂഹം മുഴുവൻ ജീവിക്കുന്നത്. ഇതൊക്കെ പെൺകുട്ടികളോട് തുറന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചൂഷണം ചെയ്യപ്പെടുമോ എന്നാണ് നമ്മൾ പിന്നെയും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുറന്ന് പറയാത്തത് കൊണ്ടാണ് ഈ ചൂഷണങ്ങൾ നടക്കുന്നത്. ഒരാൺകുട്ടി കുളിക്കുന്ന പടം ഒളിഞ്ഞു നിന്ന് ക്യാമറയിൽ പതിപ്പിച്ച് എല്ലാവർക്കും വാട്സപ്പ് വഴി അയച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അതിനപ്പുറം ഒന്നൊരു പെൺകുട്ടിയുടെ ഒളി ക്യാമറ കൊണ്ട് എടുക്കുന്ന പടങ്ങൾ പ്രചരിച്ചാൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആ പെൺകുട്ടിയെ മനസ്സിലാക്കുന്നിടത്തോളം കാലം അവിടെ ചൂഷണം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ സാധനം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണ്ടി വരും? ഈ സാധനം പിടിച്ചവൻ്റെ തല കടിച്ചു കൊല്ലാനും, അതിനെ അമ്മയെ സാക്ഷിയാക്കാനും, അച്ഛനെ കുഴിച്ചിടാൻ പോകാനും, പിന്നെ ആ കള്ള ഒളിപ്പിക്കാനും, പിന്നെ അവരെ ഇടി മേടിക്കാനും, അങ്ങനെ ദൃശ്യ സിനിമ തന്നെ ഉണ്ടാവും. നീ പോയി പുറത്തേക്ക് വാട്സപ്പിൽ വിടുക, നമുക്ക് കാണാം എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ദൃശ്യ സിനിമയ്ക്കൊരു സ്കോപ്പില്ല. പക്ഷെ അതിവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ കഴിഞ്ഞു. പിന്നെ ഒരു ഇത്ര ശതമാനത്തിൽ കൂടി കൂടുതൽ പെണ്ണിൻ്റെ തൊലി പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവളുടെ മാനം പോയെന്നാണ് പറയണത്. അവിടെയാണ് മാനം ഇരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, പലരും പറയുന്നൊരു കാര്യമാണ് കേരളത്തിലെ ലൈംഗിക അതിക്രമത്തെ അല്ലെങ്കിൽ ലൈംഗിക
ഭീതിയെ അതിജീവിച്ചവർ ലൈംഗിക തൊഴിലാളികൾ മാത്രമാണ്. ഏറ്റവും ശക്തിയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ സരിതയാണെന്ന് പറയും. കാരണം അവരുടെ പടം ക്ലിപ്പുകൾ ഇത്ര ഓടിയിട്ടും അവർ വളരെ സന്തോഷത്തോടെ അതൊക്കെ എൻ്റെ ക്ലിപ്പ് തന്നെയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാക്തീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ചൂഷണത്തിലേക്ക് വഴുതിപ്പോകുന്നുള്ള പേടികൊണ്ട് ഇത്തരം തുറന്നു പറച്ചിലുകളില്ലെങ്കിൽ സംഭവിക്കുന്ന ചൂഷണം നടക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിലെങ്കിലും നമ്മൾ ലൈംഗികപരമായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. എങ്കിലേ അടുത്ത തലമുറയെങ്കിലും കൃത്യമായി വളരുകയുള്ളൂ. അല്ലെങ്കിൽ അതെങ്കിലും കൃത്യമായി ഈ പറഞ്ഞ ഫെത്തീസവും വോയറിസവും പീഡോഫീലിയം ഒന്നും ഇല്ലാത്ത, ലൈംഗിക വ്യതിയാനമില്ലാത്ത, നല്ല ലൈംഗിക ആരോഗ്യമുള്ള, മാനസിക ആരോഗ്യമുള്ള ഒരു തലമുറ ഉയർന്നു വരാൻ കുറഞ്ഞ പക്ഷം ഒരു ലൈംഗിക വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ കുടുംബങ്ങളിലെങ്കിലും ലൈംഗികത തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം. കുടുംബമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിശാലമായ അർത്ഥത്തിലാണ്, അങ്ങനെയല്ല ഏത് സെറ്റപ്പിലാണെങ്കിലും. അപ്പോൾ ആ തരത്തിൽ മാറാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ നമ്മൾ ശാസ്ത്രത്തെ പിന്തുടരുന്ന ആളുകൾ എന്നുള്ളതിൽ നമുക്ക് ബാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ പറയുന്നു. ഇവിടെ അവസാനം അത് എഴുതി വെച്ച ആ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ യന്ത്രങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാനും എന്താണ് മിഷണറി പൊസിഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പലർക്കും അറിയില്ല. മിഷണറി പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ പറ്റില്ല. എന്താണ് ആ മിഷണറി പൊസിഷൻ കാണിക്കുന്ന ഒരു രീതിയാണത്. സ്ത്രീ താഴെയും പുരുഷൻ മുകളിലുമായി കിടന്ന് ബന്ധപ്പെടുന്നതിനാണ് മിഷണറി പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അത്തരം പൊസിഷൻ എന്താണ് എന്നൊക്കെ വ്യക്തമായി പറയാൻ അല്ലെങ്കിൽ തുറന്നു പറയാൻ പറ്റാതിരുന്ന സമയത്ത് അവർ ചെയ്ത കാര്യമാണ് ഇത് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കുക. അത് തൻ്റെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വല്യപ്പൻ. അദ്ദേഹത്തെ കാണുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു എന്നാണ് അദ്ദേഹം ശ്രീ മുരളീധരന്മാരോട് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ലൈംഗികത തുറന്ന് സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു തലമുറയെ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള നമ്മൾ ഈ സ്ത്രീ സമത്വമൊക്കെ പൂർണ്ണമായ രീതിയിൽ അർത്ഥത്തിൽ അതിനെ പ്രാപ്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളെങ്കിലും നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചോദ്യങ്ങൾ ചർച്ച ആവാം. ലൈംഗികത സംസ്കാരവും അത് വിഷയം. സംസ്കാരം എന്നത് ഒരു വലിയ വിഷയമാണ്. നമ്മളൊന്ന് ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപമുണ്ട്, സദാചാരം. ഇതാണ് സദാചാരം, സംസ്കാരം. ഈ സദാചാരത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ശീലങ്ങളാണ് സദാചാരം. നമുക്കെന്താണോ ശീലം അത് സദാചാരം. അവിടെ ഒന്ന് ഉച്ചയ്ക്ക് ചോറ് വിളമ്പി ഇതിരിക്കുന്നവരൊക്കെ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ, ഇതിൽ പല സംസ്കാരമുണ്ട് എന്നുള്ളത് വിളമ്പിക്കൊടുത്ത് എനിക്ക് മനസ്സിലായി. കാരണം പല ശീലക്കാരാണ്. മീൻ കഴിക്കുന്നവർ, മീൻ കഴിക്കാത്തവർ, ബീഫ് വേണ്ടവർ, ഇല്ലാത്തവർ, അത് ശീലങ്ങളാണ് സംസ്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും, ചാരം, സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, മൂത്രം ഒഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതൊക്കെ, അതിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പുകവലിക്കാരനാണ്. ചുരുക്കം പറഞ്ഞ ഒരു 52 വർഷം മുമ്പേ പുകവലി തുടങ്ങിയ ആളാണ്. അതായത് 11ാമത്തെ വയസ്സിൽ പുകവലി തുടങ്ങിയ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുകവലിക്കുക എന്നുള്ളതൊരു വിഷയമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വലിയ പെങ്ങളെ കെട്ടിച്ച് കല്യാണം കഴിച്ച് പോയെന്ന് പെരുന്നാൾക്ക് ബസ് കയറി വരുമ്പോൾ ഒരു 100-150 പേര് ആ ബസ്സിലുണ്ട്. നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ ബസ്സിലിരുന്ന് പലരും ബീഡി വലിക്കുന്നുണ്ട്. അതൊരു സാംസ്കാരിക വിഷയമല്ല. കാരണം വെച്ചാൽ എല്ലാവരും വലിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു സദാചാര പ്രശ്നവുമല്ല. ആരിഫ്ക ചുരുക്കണം, മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണം. അപ്പോൾ ഈ സദാചാരം എന്ന് പറയുന്നതിലെ വിഷയം നമ്മുടെ ശീലങ്ങളായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സത്വബോധം ചിലപ്പോൾ എന്നെ തന്നെ പിടികൂടാറുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എങ്കിലും കൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ട് വെച്ചാൽ ഈ ശീലങ്ങളെ കൊണ്ട് പ്രശ്നമല്ല. ഈ മൂത്രമൊഴിക്കുന്നതിൻ്റെ, ഈ വഴിയിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലിത് വന്ന് സ്ഥിരമായി നിൽക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ച ശീലമായതുകൊണ്ട് നമ്മളത് ചെയ്തു. നമുക്കതൊരു സദാചാര പ്രശ്നമായി തോന്നാറില്ല. എന്നാലോ അത് ഏതെങ്കിലും രൂപത്തിൽ കർശനമായി നിർത്തുകയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്കും തോന്നും, അന്ന് ആ തിരക്കിൽ നിന്ന് വീടി വലിച്ചാൽ എനിക്കിപ്പോൾ പരസ്യമായിട്ട് വീഡിയോ അപ്പോൾ വലിക്കലല്ല, നിർത്തി. പക്ഷേ ഇപ്പോൾ എനിക്ക് വീഡിയോ അങ്ങനെ വലിക്കാൻ കഴിയില്ല. കാരണം
ഇപ്പൊ നാട്ടിൽ മൊത്തം അങ്ങനെയായി. അപ്പൊ ഈ സദാചാരം എന്ന് പറയുന്ന ശരി. ശീലങ്ങൾ ആരിഫ് ഖാൻ. അതിൽ ഊതിയുമാണ്. ഓക്കെ, ശരി ശരി. ഓക്കെ. അടുത്ത അതിന്റെ വളരെ ചുരുക്കി പ്രതികരിക്കണ്ടോ? വളരെ ചുരുക്കി നിർത്തില്ല. ശീലങ്ങൾ മാറ്റേണ്ട ശീലങ്ങളും ഉണ്ട്, വെക്കേണ്ട ശീലങ്ങളും ഉണ്ട്. അപ്പം അത് നമ്മളുടെ ചോയ്സാണ്. അപ്പോൾ മാറ്റേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം നമ്മുടെ രീതി അനുസരിച്ച് ബസ്സിൽ കയറിയ ഒരു തട്ട് കിട്ടും. ഏത് പെൺകുട്ടിയോട് ചോദിച്ചാലും അറിയാം, ബസ്സിൽ കയറിയാൽ തട്ട് കിട്ടും. അപ്പോൾ അതൊരു ശീലമാണ്, അത് മാറ്റേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പം ശീലങ്ങൾ മാറ്റാനുള്ളതാണ്, അത് മാറ്റേണ്ടത് തന്നെയാണ്. മതങ്ങളുടെ കയ്യിലൂടെ നമുക്ക് എത്തിക്കിട്ടുള്ള ഈ സദാചാരബോധം, ഈ സദാചാരബോധത്തിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥയുള്ളത്. സത്യത്തിൽ നേരത്തെ കാണിച്ച ആ മൂത്രമൊഴിക്കുന്ന അവസ്ഥ, അവനവന് സാധിക്കാത്തത് വേറെ ആരെങ്കിലും നേടുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മറ്റാ തല്ലിക്കൊല്ലലും മൂത്രമൊഴിക്കുന്നിടത്ത് ഇവർക്കൊക്കെ അത് സാധിക്കും, ഇവർക്കത് വേണമെങ്കിൽ സാധിക്കും എന്നതുകൊണ്ട് അവരിടപെടുന്നില്ല. ഇത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സാധിക്കാത്തത് വേറൊരാർക്കും സാധിക്കരുത് എന്നതിൽ നിന്നാണ് ഈ സദാചാരത്തിൻ്റെ പോലീസുകാർ അല്ലെങ്കിൽ ഗുണ്ടകൾ രംഗപ്രവേശനം ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് നമ്മൾ പറയാറുണ്ടല്ലോ, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. മൊറാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അവസരം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി കൊണ്ടും ആവാം. ഒരു സംശയമാണ്, മൃഗരതിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് മൃഗങ്ങളെ പീഡിപ്പിക്കില്ല എന്ന് പറഞ്ഞു. മൃഗങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മളവരെ കൊന്ന് ഭക്ഷിക്കുന്നത്. അപ്പോൾ അവരോടുള്ള ലൈംഗികതയ്ക്ക് എന്താ പ്രശ്നം? അതെ, അവരുമായിട്ടുള്ള ലൈംഗികതയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. അതായത് ചുംബനസമര കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ന് നിങ്ങൾ പരസ്യമായിട്ട് ചുംബിച്ചു, നാളെ നിങ്ങൾ പരസ്യമായിട്ട് വിസർജിക്കില്ലേ? അത് നമ്മളുടെ ഒരു റിലേറ്റ് ചെയ്യുന്ന രീതിയാണിത്. അതായത് ചുംബനവും മൂത്രമൊഴിക്കലും ഒരുപോലെയാണോ? നമ്മൾ ഭക്ഷിക്കുന്നതും മൃഗവുമായി രതിയിലേർപ്പെടുന്നതും ഒരുപോലെയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പലരും പറയാറുണ്ട്, മൃഗങ്ങളുടെ കൺസേൺ ചോദിച്ചിട്ടാണോ നമ്മളിതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ മൃഗരതി ശരിയല്ല. അങ്ങനെ അതൊന്ന് നീട്ടി ചോദിച്ചാൽ കുട്ടികളുടെ അനുവാദം, കുട്ടികളുടെ അടുത്ത് എന്നിട്ട് ഞാനൊന്ന് പീഡിപ്പിച്ചോട്ടെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് പറയാൻ പറ്റില്ല എന്താ പീഡണമെന്ന്. അപ്പം നമുക്കത് പീഡോഫീലിയ കൺസേൺ കൊണ്ടാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല. അതൊരു സാധാരണ മനുഷ്യൻ ചെയ്യാത്തതിനുള്ള ഡീവിയേഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യതിയാനം, സാധാരണ ലൈംഗിക ചിന്തയിൽ നിന്നുള്ളൊരു വ്യതിയാനം. അത് മൃഗരതി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ മനുഷ്യേതരമല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്ന ലൈംഗിക വ്യതിയാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ സെക്സ് ടോയ്സ് ഉപയോഗിക്കുമ്പോൾ അത് അത്രത്തോളം അങ്ങനെ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് ഒരു ഡെഫിനിഷൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലൈംഗിക ചിന്ത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ചിന്തകളിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതിനെന്തൊക്കെയോ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഞാനീ ഇവിടെ പറഞ്ഞ ആ 10 ലൈംഗിക വ്യതിയാനങ്ങളില്ലേ, വോറിയറിസം, പീഡോഫിലിയ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവരുടെ മാനസികമായി തന്നെ അതിനു വേണ്ടി തന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരു നാച്ചുറൽ പീഡിയോഫിലിയൊക്കെ എന്ന് പറയുന്ന പോലെ കുട്ടികളെ മാത്രമേ താല്പര്യപ്പെടുകയുള്ളൂ എന്നുള്ളത്. അത് ആരൊക്കെയാണ് ചരിത്രാധികാലം മുതലൊന്നും ഞാൻ പറയില്ല, പക്ഷെ ആളുകളുണ്ട് എന്നുള്ളതിന് നമുക്കറിയാം. അപ്പോൾ എന്നാൽ ഇവിടെയുള്ള സിറ്റുവേഷൻ കാരണം ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ആൾക്കാരാണ് കുറച്ചുകൂടി കൂടുതൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കങ്ങനെ ഒരു വരവരച്ചിടാൻ പറ്റില്ല. എന്നാൽ പോലും അതൊരു ലൈംഗിക വ്യതിയാനമായിട്ട് കണക്കാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഒന്നിനും മറ വേണ്ട എന്നാണോ പറയുന്നത്? അതായത് നമ്മൾ നേരത്തെ കാണിച്ച മൂത്രമൊഴിക്കുന്നതിന് അത്ര മറയിലും നമ്മൾ സദാചാരം എന്നുള്ള നിലയ്ക്ക് അംഗീകരിച്ചു. അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിസർജിക്കുന്നതും ഏകദേശം 10 ആൾ കാണുന്ന രൂപത്തിലാണ്, അതും നമ്മൾ അംഗീകരിച്ചു. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ ലൈംഗികത മറവിൽ മാത്രം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് വരെ കണ്ടുപോന്നിട്ടുള്ളത്. അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലൈംഗികതയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ മറ്റൊരു രൂപം എന്ന നിലയ്ക്ക് നമ്മൾ ചുംബനത്തെ കാണുന്നത്. മകനെ അമ്മ ചുംബിക്കുന്നത്, പെങ്ങളെ ആങ്ങളെ ചുംബിക്കുന്നത്, ഇതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ലൈംഗികമായ ഒരു ചുംബനം ലൈംഗികതയുടെ മറയിൽ നിന്നും പുറത്തു പോരുന്നതല്ലേ എന്ന തോന്നൽ തെറ്റാണോ? ആദ്യത്തെ ഒരു ചോദ്യം വെച്ചാൽ ലൈംഗികതയ്ക്ക് മറ വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് മറ വേണോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, അതിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ അത്ര മഹത്തായ സംസ്കാരമായതുകൊണ്ട്. പക്ഷേ
അങ്ങനെ അല്ലാതെ ഓപ്പണായിട്ട് സെക്സ് ചെയ്യുന്ന നാടുകളുണ്ട്. നമ്മുടെ ചുറ്റിനും തന്നെ വളരെ ഓപ്പണായിട്ട് ഗ്രൗണ്ടിലും സൈഡിലും ഒക്കെ ഇരുന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. വളരെ പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ആളുകൾക്ക് അതൊരു സ്ഥിര കാഴ്ചയായി മാറി. ഞാൻ ഫോട്ടോ ഞാൻ എടുക്കാതിരുന്നതുകൊണ്ടാണ് ഇവിടെ വിഷയത്തിൽ വരാത്തതുകൊണ്ട്. ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള 2 പേര് ഒരു വലിയ സിറ്റിയുടെ നടുക്ക് നിന്ന് ചുംബിക്കുന്നു. അവരിവിടെയല്ല, പുറം രാജ്യത്താണ്. ഒരാൾ പോലും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത ഒരാളുടെ പ്രൈവറ്റ് ആണെങ്കിൽ, നമ്മളൊരാൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ എന്ത് കഴിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാത്തത് പോലെ, എന്ന് വെച്ചാൽ അത് കറക്റ്റ് അങ്ങനെയാണെന്നല്ല, ഒരാളുടെ സ്വകാര്യതയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ഇത് ആ രീതിയിലേക്ക് വളർന്നാൽ ഇത് തീർച്ചയായിട്ടും അത് മറയില്ലാതെ ആയാലും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ആ എഴുതി തന്ന ചോദ്യങ്ങൾ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിക്കും. ചോദ്യങ്ങൾ കുറേ ഉണ്ടെന്നുണ്ടല്ലേ. ഞങ്ങളുടെ സ്കൂളിലെ കൗൺസിലറുടെ ഓഫീസിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ബുക്കുകളുണ്ട്. HM അടക്കം അധ്യാപകർ അത് കൊടുക്കാതെ പൂഴ്ത്തി വയ്ക്കുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ബോധവൽക്കരണത്തിന് യുക്തിവാദി സംഘത്തിന് സാധിക്കുമോ? യുക്തിവാദി സംഘം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. കാരണം വിദ്യാഭ്യാസം ലീഗിൻ്റെ അടുത്തിരിക്കുന്നിടത്തോളം കാലം സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ടാവില്ല. കാരണം അത് അവരുടെ സംസ്കാരത്തിന് വെളിയിലാണ്, അവർ ഒളിച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ അതിന് വേണ്ടുന്ന ബോധവൽക്കരണം നമ്മൾ അത് എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം മതമില്ലാത്ത ജീവനെ പോലും വെച്ച് പൊറുപ്പിക്കാത്തൊരു നാട്ടിൽ ലൈംഗികതയുള്ള ജീവന് എത്രത്തോളം നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നന്ദി.